അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാക്കുന്നു. അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാലോ, അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നതാണല്ലോ ഇതുവരെ നമ്മൾ പറഞ്ഞത്. എന്നാൽ പാമ്പിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത്, അതുപോലെ അതേ ഉറക്കിൽ ഉണ്ടാകുന്ന മുസീബത്തുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ദിക്ർ അഊദു ബില്ലാഹി എന്നല്ലല്ലോ, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നല്ലല്ലോ, അല്ലാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്നല്ലല്ലോ, അഊദു ബികലിമാത്തില്ലാഹി, അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്നാണല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? സഹോദരന്മാര് മനസ്സിലാക്കണം. അതിന് രണ്ട് മഅന, രണ്ട് തഫ്സീറുകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ദാസി റളിയല്ലാഹു അൻഹു രണ്ട് തഫ്സീറും അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുർആനിൽ ഓതാറുണ്ടല്ലോ, എന്താണ്? ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന് ഒരു ഓർഡറുണ്ട്. അല്ലാഹുവിന്റെ ഓർഡറില്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ലെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്ത് ഒരു നബിക്കും ഒരു വലിയനും ഒരു മലക്കിനും ഒരു ജീവിച്ചിരിക്കുന്നവർക്കും ഒരു മരിച്ചവർക്കും ഒരു എഞ്ചിനീയർക്കും ഒരു ഡോക്ടർക്കും ഒരു വക്കീലിനും ഒരു കോടതിക്കും ഒരു പോലീസിനും ഒരു ഭരണാധികാരിക്കും ഒരു സാധാരണക്കാരനും ഒരു പണക്കാരനും ഒരു കുബേരനും ഒരു മുജേലനും ഒരു പാവപ്പെട്ടവനും ഓ മനുഷ്യ, ലോകത്താർക്കെങ്കിലും എന്തിനെങ്കിലും കഴിയുമോ? കഴിവുള്ളവൻ അല്ലാഹു മാത്രമല്ലേ. അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടല്ലേ പടച്ചറബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത്, ഷർറുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്, ഖൈറുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നല്ലേ. എന്നാ നീ ഓർക്കണം, അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു പാമ്പും അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ കടിക്കുകയില്ല, ഒരു തേളും കുത്തുകയില്ല, ഒരാളും ഒന്നും ചെയ്യുകയില്ല. അതല്ലേ മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല, സ്നേഹൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണേ നിന്നെ പറയുന്നും കേട്ടോവർ. പടച്ചവന്റെ ഓർഡറില്ലാതെ ഇവിടെ ഒന്നും ആരും ചെയ്യുന്നില്ല, ഒരു നബിയും ചെയ്യുന്നില്ല, ഒരു വലിയും ചെയ്യുന്നില്ല. ആരാലും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. അനുമതിയില്ലാതെ ഞാൻ സംസാരിക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഒരു ഓർഡറുണ്ട് ഏത് വിഷയത്തിലും. ആ ഓർഡർ എന്താണ്? ഉണ്ടാകണം എന്ന് പറയുന്ന ഓർഡർ, അതാണ് അല്ലാഹുവിന്റെ ഓർഡർ. ഉണ്ടാകണം എന്ന അല്ലാഹുവിന്റെ ഓർഡർ. ആ ഓർഡർ അല്ലാഹു പറയണമെന്നില്ല, അല്ലാഹു ഉദ്ദേശിച്ചാൽ മതി. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ, അതുണ്ടാകും. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചില്ലെങ്കിലോ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാ സംഗതികളും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. അല്ലാഹു തആല ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകും, ഉണ്ടാകണ്ടെന്ന് ഉദ്ദേശിച്ചാൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ഓർക്കണം, തീക്ക് കരിക്കാൻ കഴിയുമോ? തീക്ക് സ്വന്തം കരിക്കാൻ കഴിയുമോ? എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരിഞ്ഞു പോകേണ്ടതല്ലേ? പക്ഷേ കരിയണം എന്ന ഓർഡറിന് പകരം ഹുനി ബർദം വസലാമാ, നീ തണുപ്പാകണം, എയർ കണ്ടീഷനാകണം, രക്ഷയാകണം, സമാധാനമാകണം. ഓർഡർ അങ്ങനെയാണ്. അപ്പോൾ ആ തീ കരിക്കുന്നില്ല, എയർ കണ്ടീഷനാണ്. ഓർഡറില്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു തീയും കരിക്കുന്നില്ല, ഒരു കത്തിയും മുറിക്കുന്നില്ല, ഒരു മരുന്നും രോഗശമനം നടത്തുന്നില്ല. ഒരു വലിയും ഒരു നബിയും ഒരു മലക്കും ഒരാളും തന്നെ ഓർഡറില്ലാതെ ഇവിടെ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. എല്ലാം പടച്ച റബ്ബിന്റെ ഓർഡർ പ്രകാരമാണ്. ഇനി നിങ്ങൾ ഓർക്കുക, അല്ലാഹുവിന്റെ കുൻ എന്ന് പറയുന്ന ഈ ഓർഡറിന്റെ കലിമത്തുണ്ടല്ലോ, ഓർഡറിന്റെ വചനമുണ്ടല്ലോ, ആ വചനമാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് പണ്ഡിതന്മാര് പലരും പറയുന്നത്. വൽ മുറാദ് മിൻ ഖൗലിഹി കുൻ നഫാലു ഖുദ്റതിഹി ഫിൽ മുംകിനാതി വസറിയാൻ മസിയതിഹി ഫിൽ കായിനാത്. ഏത് കാര്യങ്ങളും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമല്ലേ നടക്കുന്നത്. അല്ലാഹുവിന്റെ ആ മഹത്തായ വചനങ്ങൾ കൊണ്ട് ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്നതിനൊരു മഅന. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് കലിമത്തുല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ലേ?
അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞിട്ടില്ലേ? കാരണം അള്ളാഹു തആല ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായി ഈസാ നബി അലൈഹിസ്സലാം. അവിടെ മറിയം ബീവിക്ക് ഭർത്താവിന്റെ ആവശ്യം വന്നില്ല. ഇരിക്കട്ടെ, അപ്പൊ കലിമത്തുല്ലാഹി എന്നത് ഈസാ നബി അലൈഹിസ്സലാമിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി എന്ന ഈ പറഞ്ഞ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റിന് മറ്റൊരർത്ഥം പറയുന്നു. വഅയ്ലൻ സബത ഫിൽ മാഖൂലാതി, ഇങ്ങനെ അള്ളാഹുവിന്റെ ഓർഡറായ വചനങ്ങൾ കൊണ്ട് കാവലി ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് കാവലി ചോദിക്കുന്നു എന്നാണെന്നൊരർത്ഥം. മറ്റൊരർത്ഥം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ആലമുൽ അർവാഹി മുസ്തൗലിൻ അലാ ആലമിൽ അജ്സാം, ലോകങ്ങൾ പലതുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ ഞാൻ ലോകങ്ങളെ കുറിച്ച് പറയാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആലമുകൾ ലോകങ്ങൾ പലതുണ്ട്. അതിൽ ആത്മീയ ലോകങ്ങളുണ്ട്, ശാരീരിക ലോകങ്ങളുണ്ട്. മലക്കുകൾ ആത്മീയ ലോകത്തുള്ളവരാണ്. ഈ ആത്മീയ ലോകത്തുള്ള മലക്കുകൾ അവരാണല്ലോ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണരംഗത്ത് പല കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ പെയ്യുന്നതിന്റെ പിന്നിൽ മലക്കിന്റെ പ്രവർത്തനമുണ്ടല്ലോ, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണല്ലോ. അതുപോലെ ഓരോ സംഗതികൾക്കുമില്ലേ മലക്കിന്റെ പ്രവർത്തനം. അപ്പൊ ഈ ഭൂമിയിലുള്ള ശാരീരിക ലോകത്തുള്ള കാര്യങ്ങൾ അതേ ആത്മീയ ലോകത്തുള്ളവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ ആത്മീയ ലോകത്തുള്ള ആത്മീയ ശക്തികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മീയ ലോകത്തുള്ള മലക്കുകളോട് കാവല് ചോദിക്കുന്ന വാചകമാണ്, ആത്മാക്കളോട് കാവല് ചോദിക്കുന്ന വാചകമാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നത്. ആത്മാക്കളോട് കാവല് ചോദിക്കുന്ന വാചകങ്ങളാണെന്നും അതിനർത്ഥം പറയാമെന്ന്, അതിനുദ്ദേശം മനസ്സിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുകയാണ്. വഇന്നമാ ഹിയൽ മുദബ്ബിറാത്തി ലിഉമൂരി ഹാദൽ ആലമി കമാ ഖാല തആല ഫൽ മുദബ്ബിറാത്തി അംറാ ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി ഇസ്തിആദത്തുൻ മിനൽ അർവാഹിൽ ബസരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബത്തി ഫീദ ഫീ ശുറൂറിൽ അർവാഹിൽ ഖബീസത്തി ളുൽമാനിയത്തിൽ ഖദറ ഫൽ മുറാദു ബികലിമാത്തില്ലാഹി തമ്മാതി തിൽകൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് കാക്കുന്നു എന്നാണ്. ആ പരിശുദ്ധാത്മാക്കൾ മുഖേന ഇവിടെയുള്ള ദുഷിച്ച ആത്മാക്കളിൽ നിന്ന് കാവല് ചോദിക്കുന്ന ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നും അതിനർത്ഥം പറയാം, മനസ്സിലാക്കാമെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. ഇവിടെ എന്റെ മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് അള്ളയാണ് എല്ലാം സൃഷ്ടിക്കുന്നവനെന്ന നിലക്കുള്ള ചോദ്യമാണ്, അള്ളയാണ് കൊടുക്കുന്നവനെന്ന നിലക്കുള്ള ചോദ്യമാണ്. അപ്പൊ അള്ളാന്റെ സൃഷ്ടികളോട് കാവൽ ചോദിക്കുന്നതോ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാവൽ ചോദിക്കുന്നത് സൃഷ്ടിക്കുന്നവരെന്ന നിലക്കല്ല, കൊടുക്കുന്നവരെന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ എന്ന നിലക്കാണ്. മലക്കുകൾ കാരണങ്ങളാണ്, ആത്മാക്കൾ കാരണങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാക്കളോടുള്ള കാവൽ ചോദിക്കൽ കാരണങ്ങളെന്ന നിലക്കുള്ള കാവൽ ചോദിക്കലാണ്. ഏതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ അടിച്ചു. അടിമയ്ക്ക് വല്ലാതെ വേദനയുള്ള അടി കിട്ടിയപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ അഊദു ബില്ലാഹ് പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുന്ന വാചകം പറഞ്ഞു. അഊദു ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബുഖാരി മുസ്ലിം എന്ന് നിങ്ങൾ സാധാരണ കേൾക്കാറില്ലേ?